ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. മലയാളത്തിൽ ആദ്യം പുറത്തിറങ്ങിയ ചിത്രം പിന്നീട് നിരവധി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്ത് പുറത്തിറങ്ങിയിരുന്നു. ദൃശ്യം 3ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും. ചിത്രം മെയ് 1-ന് പുറത്തിറങ്ങും. സിനിമയ്ക്കായി വമ്പൻ വരവേൽപ്പാണ് മോഹൻലാൽ ആരാധകർ ഒരുക്കുന്നത്. ഇതുവരെ ആഗോളതലത്തിൽ സിനിമയുടെ 100-ലധികം ഫാൻ ഷോകൾ ചാർട്ട് ചെയ്തു കഴിഞ്ഞു എന്നാണ് വിവരം. തിരുവനന്തപുരത്ത് മാത്രം ദൃശ്യം 2യുടെ 10-ലധികം സ്പെഷ്യൽ ഷോയാണ് ഇപ്പോൾ ആരാധകർ സംഘടിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. യുഎ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ചിത്രത്തിന്റെ യുഎസ്എ പ്രീമിയർ പ്രകാരം മെയ് 20-ന് 7:30-നാണ് ആരംഭിക്കുക. ആദ്യ ദിനം ദൃശ്യം 3 വമ്പൻ ഓപ്പണിംഗ് നേടുമെന്നാണ് കണക്കുകൂട്ടൽ. സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജോർജ് കുട്ടിയും മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന തരത്തിലാണ് ടീസർ ഒരുക്കിയിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ ഒരു നിഗൂഢത നിറച്ചാണ് ടീസർ പുറത്തിറങ്ങിയത്. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിനു ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യ 2 ഭാഗങ്ങളെപ്പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയല്ല ഇതെന്നും മൂന്നാം ഭാഗമാണെന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി. ഷൂട്ടിംഗ് പൂർത്തിയാക്കും മുമ്പ് 350 കോടി ക്ലബിൽ സിനിമ ഇടം പിടിച്ചിരുന്നു. ദൃശ്യം 3യുടെ ലോകമെമ്പാടുമുള്ള മുഴുവൻ തിയേറ്റർ അവകാശങ്ങളും ഡിജിറ്റൽ അവകാശങ്ങളും പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയിരുന്നു. ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളാണ് പനോരമ സ്റ്റുഡിയോസ്. മലയാളത്തിലെ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും മലയാളി പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു രണ്ടാം ഭാഗവും സിനിമയ്ക്കുണ്ടായി. ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയൻ ഉൾപ്പെടെ നിരവധി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു ഈ സിനിമ.